Hi all, welcome to Veranda Malayalam YouTube channel. ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ SCRT പാഠപുസ്തകങ്ങളിലെ രസതന്ത്രവുമായി ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അധ്യായമാണ് ജലം അല്ലേ. ജലത്തെക്കുറിച്ച് പല ക്ലാസ്സുകളിൽ പഠിക്കാനുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് പ്രസ്താവന ചോദ്യങ്ങളും മറ്റും ഉണ്ട്. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ബാങ്ക്, SSC, PSC എന്നിവയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോഴ്സുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്വയറീസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ രജിസ്റ്റർ ചെയ്താൽ നമ്മുടെ എക്സ്പേർട്ട് ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുകയും നിങ്ങളുടെ ഡൗട്ട്സ് ക്ലാരിഫൈ ചെയ്യുന്നതുമാണ്. ഓക്കെ, സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു വാട്ടർ, ജലം, അതാണ് നമ്മുടെ ടോപ്പിക്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ജലത്തിൻ്റെ കാഠിന്യവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ജലത്തിൻ്റെ കാഠിന്യവുമായി ബന്ധപ്പെട്ട ഈ ചോദ്യം ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള ചെറിയ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് അത് ആദ്യം നോക്കാം. അപ്പോൾ നമുക്കറിയാം ജലം എന്ന് പറയുന്നത് രണ്ട് ജലമുണ്ട്, അതായത് സോഫ്റ്റ് വാട്ടറും ഉണ്ട്, ഹാർഡ് വാട്ടറും ഉണ്ട്. മൃദുല ജലവും കഠിന ജലവും അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പം മൃദുല ജലം, സോഫ്റ്റ് വാട്ടർ, സോപ്പ് എളുപ്പത്തിൽ പതയുന്ന ജലമാണ് സോഫ്റ്റ് വാട്ടർ. എന്നാൽ ഹാർഡ് വാട്ടറോ, കഠിന ജലമാണെങ്കിലോ സോപ്പ് എളുപ്പത്തിൽ പതയാത്ത ജലമാണ് ഹാർഡ് വാട്ടർ. അപ്പോൾ ഈ സോഫ്റ്റ് വാട്ടറിലും ഹാർഡ് വാട്ടറിലും ലവണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഹാർഡ് വാട്ടറിൽ അടങ്ങിയിരിക്കുന്നത്, കഠിന ജലത്തിൽ അടങ്ങിയിരിക്കുന്നത് കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങളാണ്. കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങളാണ് ഹാർഡ് വാട്ടറിൽ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സോപ്പുമായിട്ടുള്ള രാസപ്രവർത്തനത്തിൽ ഈ കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും സംയുക്തങ്ങൾ വെള്ളത്തിൽ അലിയാത്ത സോൾട്ടുകൾ, ലവണങ്ങൾ ഉണ്ടാക്കുകയും അത് സോപ്പിനെ പതയാനായിട്ട് പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ ഹാർഡ് വാട്ടറിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഹാർഡ് വാട്ടർ എളുപ്പത്തിൽ സോപ്പിനെ പതപ്പിക്കാത്തത്. ഓക്കെ, എളുപ്പത്തിൽ സോപ്പ് ഹാർഡ് വാട്ടറിൽ പതയാത്തതിൻ്റെ പിന്നിലുള്ള കാരണം ഇതാണ്. ഇനി കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ലവണങ്ങൾ എന്ന് പറഞ്ഞു. കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകൾ, കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ് ജലത്തിൽ അടങ്ങിയിരിക്കുന്നതെങ്കിൽ അത് കോസ് ചെയ്യുന്നത് ടെമ്പററി ഹാർഡ്നെസ് ആണ്. ടെമ്പററി ഹാർഡ്നെസ്. അതേസമയം കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ്സോ സൾഫൈഡ്സോ, ക്ലോറൈഡ്സ് സൾഫേറ്റ്സ്, കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ്സോ സൾഫേറ്റ്സോ ആണ് ജലത്തിൽ അടങ്ങിയിരിക്കുന്നതെങ്കിൽ അത് കോസ് ചെയ്യുന്നത് പെർമനന്റ് ഹാർഡ്നെസ് ആണ്. പെർമനന്റ് ഹാർഡ്നെസ്, സ്ഥിരകാഠിന്യം. പെർമനന്റ് ഹാർഡ്നെസ് എന്നാൽ സ്ഥിരകാഠിന്യം. ഇത് താൽക്കാലിക കാഠിന്യം, ഇത് സ്ഥിരകാഠിന്യം. അപ്പോൾ ഈ പോയിന്റ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. താൽക്കാലിക കാഠിന്യം ജലത്തിലുണ്ടെങ്കിൽ അത് ഉണ്ടാവാനുള്ള കാരണം കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ്. അതേസമയം സ്ഥിരകാഠിന്യമാണെങ്കിൽ അതുണ്ടാക്കുന്നത് കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡ്സോ സൾഫേറ്റ്സോ ആണ്. ഇനി ഈ ടെമ്പററി ഹാർഡ്നെസ് അഥവാ താൽക്കാലിക കാഠിന്യം മാറ്റിയെടുക്കാൻ തിളപ്പിക്കുന്നതിലൂടെ സാധിക്കുന്നു. ബോയിലിംഗ്, തിളപ്പിക്കുക എന്ന പ്രോസസ്സിലൂടെ ടെമ്പററി ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതേസമയം പെർമനന്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാൻ തിളപ്പിക്കുന്നതിലൂടെ സാധിക്കുകയില്ല. അതിന് കെമിക്കൽസ് തന്നെ യൂസ് ചെയ്യണം. ചില രാസവസ്തുക്കൾ യൂസ് ചെയ്താലാണ് പെർമനന്റ് ഹാർഡ്നെസ് അഥവാ സ്ഥിരകാഠിന്യം നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുള്ളൂ. അത്തരത്തിലുള്ള ഒരു രാസവസ്തുവാണ് Na2CO3. ഇതെന്താണ്? Na2CO3 സോഡിയം കാർബണേറ്റ് ആണ് അല്ലേ, അലക്കുകാരം, വാഷിംഗ് സോഡ എന്നൊക്കെ പറയുന്ന ഈ ഒരു സോഡിയം കാർബണേറ്റ്, ഈ ഒരു കെമിക്കലിൻ്റെ പേര് നമ്മൾ ഓർത്തു വയ്ക്കുക. സ്ഥിരകാഠിന്യം റിമൂവ് ചെയ്യാൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന
ഒരു കെമിക്കലാണ്. അപ്പോൾ ഇത്തരം ബേസിക് ഡീറ്റെയിൽസ് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഈ പോയിന്റ്സ് ഓർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യം കോൺഫിഡൻ്റ് ആയിട്ട് നേരിടാം. ഒന്നാമത്തെ ചോദ്യം നമുക്ക് വായിച്ചു നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ പ്രസ്താവന നോക്കുക. ജലത്തിന്റെ സ്ഥിരമായ കാഠിന്യത്തിന് കാരണം കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, ജലത്തിന്റെ സ്ഥിരമായ കാഠിന്യത്തിന് കാരണം കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ക്ലോറൈഡുകളോ സൾഫേറ്റുകളോ ആണ്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ്. സോഡിയം കാർബണേറ്റ് ഉപയോഗിച്ച് ജലത്തിന്റെ സ്ഥിര കാഠിന്യം നീക്കം ചെയ്യാം. താൽക്കാലിക കാഠിന്യമായിരുന്നെങ്കിൽ തിളപ്പിക്കുന്നതിലൂടെ നീക്കം ചെയ്യാം. സ്ഥിര കാഠിന്യമാകുമ്പോൾ രാസവസ്തുക്കളുടെ സഹായം വേണ്ടി വരും. അതിലൊന്നാണ് സോഡിയം കാർബണേറ്റ് വാഷിംഗ് സോഡ. അപ്പോൾ അതൊരു ശരിയായ പ്രസ്താവനയാണ്. തിളപ്പിക്കുന്നതിലൂടെ ജലത്തിന്റെ താൽക്കാലിക കാഠിന്യം മാറ്റാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ശരിയാണ് അല്ലേ? താൽക്കാലിക കാഠിന്യമാണെങ്കിൽ തിളപ്പിക്കുന്നതിലൂടെ മാറ്റാൻ സാധിക്കും. അപ്പോൾ അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത പ്രസ്താവന നോക്കാം. കാൽഷ്യം സൾഫേറ്റ് ആണ് ജലത്തിന്റെ താൽക്കാലിക കാഠിന്യത്തിന് കാരണം. അല്ല, കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും ബൈകാർബണേറ്റുകളാണ് താൽക്കാലിക കാഠിന്യം ഉണ്ടാക്കുന്നത്. സൾഫേറ്റ് ഉണ്ടാക്കുന്നത് സ്ഥിര കാഠിന്യമാണ്. അപ്പോൾ ഇതൊരു തെറ്റായ പ്രസ്താവനയാണ് അല്ലേ? അപ്പോൾ ഏതാണ് നമ്മളുടെ ശരിയായ പ്രസ്താവനകൾ? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ? 2ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തെ പ്രസ്താവനയും നാലാമത്തെ പ്രസ്താവനയും തെറ്റായ പ്രസ്താവനകളാണ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. ചെറുപ്രാണികൾക്ക് ജലത്തിൻ്റെ ഉപരിതലത്തിൽ ഓടി നടക്കാൻ കഴിയുന്നു. ജലത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ജലത്തിൻ്റെ ഉയർന്ന താപധാരിത, ജലത്തിൻ്റെ ഘനീഭവിക്കൽ, ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം, ജലത്തിൻ്റെ പ്രതലബലം. അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ജലത്തിൻ്റെ പ്രതലബലം ആണ്. ജലത്തിൻ്റെ പ്രതലബലം. അപ്പം ജലത്തിൻ്റെ പ്രതലബലം എന്നാൽ എന്താണ്? പ്രതലബലം എന്നാൽ സർഫസ് ടെൻഷൻ. ഓക്കെ, സർഫസ് ടെൻഷൻ. ഇപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഒരു ടെംബ്ലർ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതാണല്ലോ സർഫസ്. ഇതാണ് സർഫസ്. സർഫസിൽ കുറേ വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ? ഈ സർഫസിലുള്ള വാട്ടർ മോളിക്യൂൾസിൻ്റെ എണ്ണം ഇതിൻ്റെ ഉപരിതലത്തിൽ കാണുന്ന ബാഷ്പരൂപത്തിലുള്ള വാട്ടർ മോളിക്യൂൾസിൻ്റെ എണ്ണവുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. ബാഷ്പരൂപത്തിലുള്ള മോളിക്യൂൾസിൻ്റെ എണ്ണം കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ സർഫസിലിരിക്കുന്ന ഒരു ജലതന്മാത്രയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്നും വശങ്ങളിൽ നിന്നും ഒരേപോലെ ആകർഷണ ബലം അനുഭവപ്പെടുമ്പോൾ മുകളിൽ ആകർഷണ ബലം അനുഭവപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഒരു നിസ്സാര ആകർഷണ ബലമാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഈ ഉപരിതലത്തിൽ ഇരിക്കുന്ന ജലതന്മാത്രകൾക്ക് ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അൺബാലൻസ്ഡ് ഫോഴ്സ്. ഇതിനെയാണ് പ്രതല ബലം എന്ന് പറയുന്നത്. അതായത് ഈ അൺബാലൻസ്ഡ് ഫോഴ്സ് ഈ സർഫസിലിരിക്കുന്ന വാട്ടർ മോളിക്യൂൾസിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് ആ സർഫസ് വാട്ടർ മോളിക്യൂൾസ് വലിഞ്ഞു മുറുകി ഒരു പാട പോലെ പ്രവർത്തിക്കുന്നു. ഇതിന് കാരണമായ സവിശേഷ സ്വഭാവത്തെയാണ് നമ്മൾ പ്രതല ബലം എന്ന് പറയുന്നത്. അപ്പോൾ ജലത്തിന് മാത്രമല്ല എല്ലാ ദ്രാവകങ്ങൾക്കും പ്രതല ബലം ഉണ്ട്. വലിഞ്ഞു മുറുകിയ പാട പോലെ ജലത്തിൻ്റെ സർഫസ് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ചെറിയ പ്രാണികൾക്ക് മുങ്ങിപ്പോകാതെ ജലത്തിൻ്റെ സർഫസിൽ ഓടാനും നടക്കാനും സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ബ്ലേഡ് എടുത്ത് ജലത്തിൻ്റെ സർഫസിൻ്റെ മുകളിൽ വളരെ പതുക്കെ വയ്ക്കുകയാണെങ്കിൽ ആ ബ്ലേഡ് മുങ്ങിപ്പോകാതെ ഇരിക്കുന്നതും ഈ ഒരു ജലത്തിൻ്റെ പ്രതല ബലം എന്ന സവിശേഷ സ്വഭാവം കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ജലത്തിൻ്റെ പ്രതല ബലം എന്നതാണ്. ഇവിടെ നോക്കിക്കേ, ജലത്തിൻ്റെ ഉയർന്ന താപധാരിത എന്നൊരു ഓപ്ഷൻ ഉണ്ട് അല്ലേ? എന്താണ് ജലത്തിൻ്റെ ഉയർന്ന താപധാരിത? അധികമായിട്ടുള്ള ടെമ്പറേച്ചർ, താപം താങ്ങാനുള്ള ജലത്തിൻ്റെ കഴിവിനെയാണ് താപധാരിത എന്ന് പറയുന്നത്. മറ്റ് ദ്രാവകങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ജലത്തിന് ഉയർന്ന താപം താങ്ങാനുള്ള കഴിവുണ്ട്. അത് വളരെ പതുക്കെ മാത്രം ചൂടാവുകയും വളരെ പതുക്കെ മാത്രം തണുക്കുകയും ചെയ്യുന്നു. ഉയർന്ന താപധാരിത ഉള്ളതുകൊണ്ടാണത്. ഇനി ജലത്തിൻ്റെ ഘനീഭവിക്കൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ? ഫ്രീസിങ് ഓഫ്
വാട്ടറാണ്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ 0 ഡിഗ്രി സെൽഷ്യസിലാണ് ജലം ഘനീഭവിക്കുന്നത് അല്ലേ? ജലം തണുത്തുറഞ്ഞ ഒരു ഖരമായി മാറുന്നത്, ഐസായി മാറുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെയാണ് നമ്മൾ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ ഖരാങ്കം എന്നെല്ലാം പറയുന്നത്. ഇനി ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം. എന്താണ് ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം എന്ന് പറഞ്ഞാൽ? എല്ലാ ദ്രാവകങ്ങളും തണുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ വ്യാപ്തം കുറയുന്നു. നമുക്കറിയാമല്ലേ, വെളിച്ചെണ്ണയൊക്കെ തണുക്കുന്ന സമയത്ത് വിൻ്റർ സീസണിലൊക്കെ വെളിച്ചെണ്ണയൊക്കെ തണുത്ത് ഉറഞ്ഞു പോകാറുണ്ട്, അതിൻ്റെ വ്യാപ്തം കുറയാറുണ്ട്. ജലത്തിനും ഇതേപോലെ അത് തണുക്കുന്ന സമയത്ത് വ്യാപ്തം കുറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു അസ്വാഭാവിക വികാസത്തിൻ്റെ ഒരു കാര്യം അവിടെ വരുന്നുണ്ട്. അത് എല്ലാ ടെമ്പറേച്ചേഴ്സിലും സംഭവിക്കുന്നില്ല. 4 ഡിഗ്രി സെൽഷ്യസ് ടു 0 ഡിഗ്രി സെൽഷ്യസ് എന്ന ഈ ഒരു സ്പെസിഫിക് ടെമ്പറേച്ചർ റേഞ്ചിൽ മാത്രമാണ് അസ്വാഭാവിക വികാസം എന്ന കാര്യം സംഭവിക്കുന്നത്. 4 ഡിഗ്രി സെൽഷ്യസ് ടു 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് ജലം തണുക്കുമ്പോൾ അതിൻ്റെ വ്യാപ്തം കുറയുകയല്ല ചെയ്യുന്നത്, അതിൻ്റെ വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഐസ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത് അല്ലേ? ഐസിന് വെള്ളത്തിനേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണല്ലോ ഐസിന് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത് അസ്വാഭാവിക വികാസത്തിൻ്റെ കാരണമായി ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പോൾ അതാണ് ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം. അത് നടക്കുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് ടു 0 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം ചെറിയ കാര്യങ്ങൾ ബാക്കിയുള്ള ഓപ്ഷൻസിനെ പറ്റി കൂടി പറഞ്ഞത്. വേറെ ചോദ്യങ്ങളിൽ ഈ ഓപ്ഷൻസ് കാണുകയാണെങ്കിൽ നമുക്കൊരു ധാരണ വേണം അല്ലേ, എന്താണെന്ന് മനസ്സിലാവണം, അതിനു വേണ്ടി പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് ഇത്തവണ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രതലബലം എല്ലാ ദ്രാവകങ്ങളുടെയും സവിശേഷതയാണ്. അത് ഒരു ശരിയായ പ്രസ്താവനയാണ്. എല്ലാ ദ്രാവകങ്ങൾക്കും പ്രതലബലം എന്ന സവിശേഷതയുണ്ട്, സർഫസ് ടെൻഷൻ ഉണ്ട്. പ്രതലബലം ഒരു ദ്രാവകത്തിൻ്റെ പരപ്പളവ് കൂട്ടുന്ന തരത്തിലാണ് അനുഭവപ്പെടുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക, കൂട്ടുന്ന തരത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ അത് തെറ്റാണ്. പ്രതലബലം ഒരു ദ്രാവകത്തിൻ്റെ പരപ്പളവ് അഥവാ സർഫസ് ഏരിയ കുറയ്ക്കുന്ന രീതിയിലാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ടാണ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് സ്ഫെറിക്കൽ ഷേപ്പിൽ, ഗോളാകൃതിയിലുള്ളത്. ഗോളാകൃതിയിലാവുമ്പോൾ ഏറ്റവും കുറഞ്ഞ സർഫസ് ഏരിയ ആണ് ഉള്ളത് അല്ലേ? അതുകൊണ്ടാണ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സിന് സ്ഫെറിക്കൽ ഷേപ്പ്, ഗോളാകൃതി ഉള്ളത്. അപ്പോൾ ഉപരിതല പരപ്പളവ് കുറയുന്ന രീതിയിലാണ് പ്രതലബലം അനുഭവപ്പെടുന്നത്. ഓക്കെ, സോ അതൊരു തെറ്റായ പ്രസ്താവനയാണ്. സോപ്പിന് ജലത്തിൻ്റെ പ്രതലബലം കുറയ്ക്കാൻ കഴിയുന്നു. അപ്പോൾ ജലത്തിൻ്റെ പ്രതലബലത്തിന് പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് ജലതന്മാത്രകൾ തമ്മിലുള്ള ആകർഷണമാണ്. സോപ്പ് ഉപയോഗിക്കുമ്പോൾ ഈ ആകർഷണം കുറയ്ക്കാൻ സാധിക്കുന്നു, അതുവഴി പ്രതലബലവും കുറയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിയായ പ്രസ്താവനയാണ്, ഇത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റായ ഒരു പ്രസ്താവനയാണ്. ബ്ലേഡ് ജലത്തിൽ താഴ്ന്നു പോകാത്തതിന് കാരണം പ്രതലബലമാണ് അല്ലേ? ബ്ലേഡ് വളരെ സൂക്ഷിച്ച് ജലത്തിൻ്റെ ഉപരിതലത്തിൽ വച്ചാൽ അത് താഴ്ന്നു പോകുന്നില്ല, അവിടെ തന്നെ തുടരുന്നു. അതിനുള്ള കാരണം ജലത്തിൻ്റെ സർഫസ് ടെൻഷനാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ളൊരു പോയിൻ്റാണ്. സോ ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പം നമുക്കറിയാം രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായ ഒരു പ്രസ്താവനയായിട്ട്, ഓപ്ഷൻ ബി മാത്രമാണ് തെറ്റായ ഒരു പ്രസ്താവനയായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചത് അല്ലേ? ഓക്കെ, ഇനി അടുത്ത ചോദ്യം, പ്രസ്താവനകൾ പരിശോധിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രഷർ കുക്കറിലെ ജലം 120 ഡിഗ്രി സെൽഷ്യസിലാണ് തിളയ്ക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആണോ? സാധാരണ അന്തരീക്ഷ മർദ്ദത്തിൽ ജലം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. 100 ഡിഗ്രി സെൽഷ്യസ് ആണ് ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ, നമുക്കറിയുന്ന കാര്യമാണ്. പ്രഷർ കുക്കറിലാണെങ്കിൽ 120 ഡിഗ്രി സെൽഷ്യസിലാണ് ജലം തിളയ്ക്കുന്നത്. അതൊരു ശരിയായ പ്രസ്താവനയാണ്. 120 ഡിഗ്രി സെൽഷ്യസിൽ തന്നെയാണ് ജലം തിളയ്ക്കുന്നത്. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില കുറയുന്നു, രണ്ടാമത്തെ പ്രസ്താവന. അതൊരു തെറ്റായ പ്രസ്താവനയാണ്. ഇപ്പോൾ പ്രഷർ കുക്കറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിനുള്ളിൽ ഉയർന്ന മർദ്ദമാണ്. മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് 120 ഡിഗ്രി സെൽഷ്യസിൽ ജലം തിളയ്ക്കുകയും പ്രഷർ കുക്കറിൽ പാചകം ചെയ്യുന്നത് വളരെ എളുപ്പമാവുകയും സ്പീഡിൽ നടക്കുകയും ചെയ്യുന്നതിനുള്ള കാരണം തന്നെ അതാണ്, ഉയർന്ന മർദ്ദവും ഉയർന്ന താപനിലയും.
താപനിലയിൽ ജലം തിളയ്ക്കുന്നത്. സോ മർദ്ദം കൂടുമ്പോൾ ജലത്തിൻ്റെ തിളനില കുറയുകയല്ല ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. 1 ശരി 2 തെറ്റ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കൃത്യമായി വരുന്നത്. ആൻസർ ഓപ്ഷൻ എ. ഓക്കെ, ക്ലിയർ? ഈ ചോദ്യം നോക്കാം. വാഹന എഞ്ചിനുള്ളിലെ താപം നിയന്ത്രിക്കാൻ റേഡിയേറ്ററുകളിൽ ജലം ഉപയോഗിക്കുന്നു. ജലത്തിൻ്റെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്? അത് നിങ്ങൾക്ക് അറിയുന്ന ഒരു ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്നാണ് ഞാൻ കരുതുന്നത്. ജലത്തിൻ്റെ അസ്വാഭാവിക വികാസം അല്ല, ജലത്തിൻ്റെ ഘനീഭവിക്കലുമല്ല, ജലത്തിൻ്റെ പ്രതലബലം അതുമല്ല, ജലത്തിൻ്റെ ഉയർന്ന താപധാരിത, ഉയർന്ന താപം താങ്ങാനുള്ള ജലത്തിൻ്റെ ആ ഒരു കഴിവിനെയാണ് ഈ ഒരു ഒക്കേഷനിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത്, അല്ലേ? സോ ആൻസർ, കൃത്യമായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, വളരെ എളുപ്പമായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായി ഓപ്ഷൻ രേഖപ്പെടുത്താൻ സാധിക്കും. ഇനിയൊരു പ്രസ്താവന ചോദ്യത്തിലേക്ക് വന്നിരിക്കുകയാണ്. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ജലം നീരാവിയാകുന്നത് ഒരു ഭൗതിക മാറ്റമാണ്. അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണോ? അതെ, അവസ്ഥാ മാറ്റങ്ങൾ ഭൗതിക മാറ്റങ്ങളാണ്. ജലം നീരാവി ആവുകയും ചെയ്യും, നീരാവി തണുക്കുമ്പോൾ അത് ജലമായി തിരിച്ചു മാറുകയും ചെയ്യും. സോ അതൊരു ഭൗതിക മാറ്റമാണ്, ഒരു ഫിസിക്കൽ ചേഞ്ചാണ്. പുതിയൊരു പ്രൊഡക്റ്റ് ഒന്നും അവിടെ ഉണ്ടാവുന്നില്ല, പുതിയ ബോണ്ടൊന്നും ഫോം ചെയ്യുന്നില്ല. സോ അതൊരു കെമിക്കൽ ചേഞ്ച് അല്ല, അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്, ഭൗതിക മാറ്റമാണ്. അത് ശരിയായ ഒരു പ്രസ്താവനയുമാണ്. പർവ്വത പ്രദേശങ്ങളിൽ ജലം 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ ഉയർന്ന താപനിലയിൽ തിളയ്ക്കുന്നു. അത് ശരിയാണോ? അത് ശരിയായ പ്രസ്താവനയല്ല, അത് തെറ്റായ പ്രസ്താവനയാണ്. കാരണം നമുക്ക് ഊഹിച്ചാൽ തന്നെ അറിയാം, പർവ്വത പ്രദേശങ്ങളിൽ എന്ന് പറയുമ്പോൾ അവിടെ പ്രഷർ ലോ ആണല്ലേ. അപ്പം മർദ്ദം കുറയുമ്പോൾ എന്ത് സംഭവിക്കണം? തിളനില അഥവാ ബോയിലിംഗ് പോയിന്റ് കുറയണം. അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസിനേക്കാൾ ഉയർന്ന താപനിലയിലല്ല, 100 ഡിഗ്രി സെൽഷ്യസിനേക്കാളും താഴ്ന്ന താപനിലയിൽ, ഒരു 80 ഡിഗ്രി സെൽഷ്യസോ ആ ഒരു താഴ്ന്ന താപനിലയിലായിരിക്കും പർവ്വത പ്രദേശങ്ങളിൽ ജലം തിളയ്ക്കുക. അതുകൊണ്ട് തന്നെ പർവ്വത പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ കുക്കിംഗ് ഇത്തിരി ഡിഫിക്കൽട്ടായിട്ട് മാറുന്നത് ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ടാണ്. പ്രഷർ അവിടെ കുറവാണ്, അതുകൊണ്ട് തന്നെ തിളനിലയും കുറയും എന്നു ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതൊരു തെറ്റായ പ്രസ്താവനയാണ്. ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം 2260 കിലോ ജൂൾസ് പെർ കിലോഗ്രാം 100 ഡിഗ്രി സെൽഷ്യസിൽ. ഇതാണ് 2260 കിലോ ജൂൾസ് പെർ കിലോഗ്രാം ആണ് ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം എന്നാണ് പറയുന്നത്. അപ്പോൾ ബാഷ്പീകരണ ലീനതാപം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് സാധാരണ ജലം തിളയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസിലാണ് ജലം തിളയ്ക്കുന്നത്. ജലം തിളയ്ക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന നീരാവിക്കും 100 ഡിഗ്രി സെൽഷ്യസ് തന്നെയാണ് ടെമ്പറേച്ചർ. എന്നാൽ നീരാവി കൊണ്ടുള്ള പൊള്ളൽ തിളച്ച വെള്ളം കൊണ്ടുള്ള പൊള്ളലിനേക്കാൾ ഗുരുതരമാവുന്നതിൻ്റെ കാരണം നീരാവിയിൽ ഈ 100 ഡിഗ്രി സെൽഷ്യസിന് പുറമെ ബാഷ്പീകരണ ലീനതാപം അതുകൂടി ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ജലത്തിൻ്റെ ബാഷ്പീകരണ ലീനതാപം 2260 കിലോ ജൂൾസ് പെർ കിലോഗ്രാം ആണ് 100 ഡിഗ്രി സെൽഷ്യസിൽ. ആ ഒരു പോയിന്റ് മെമ്മറൈസ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, സോ അതൊരു ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ജലം ഘനീഭവിച്ച് ഐസാകുമ്പോൾ വ്യാപ്തം കുറയുകയും സാന്ദ്രത കൂടുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജലം ഘനീഭവിച്ച് ഐസാകുമ്പോൾ വ്യാപ്തം കുറയുകയും സാന്ദ്രത കൂടുകയുമാണ് ചെയ്തിരുന്നതെങ്കിൽ ഐസ് വെള്ളത്തിൽ മുങ്ങിപ്പോകുമായിരുന്നു. പക്ഷെ ഇതിനെതിരായാണ് സംഭവിക്കുന്നത്, അല്ലേ? വ്യാപ്തം കൂടുകയും സാന്ദ്രത കുറയുകയുമാണ് ചെയ്യുന്നത് ജലം ഘനീഭവിക്കുമ്പോൾ. അത് അസ്വാഭാവിക വികാസം എന്ന ആ ഒരു ഫിനോമിനൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു തെറ്റായ പ്രസ്താവനയാണ്. സോ നമ്മൾക്ക് 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകളെന്ന് മനസ്സിലാക്കാം, അല്ലേ? 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ. ആൻസർ ഓപ്ഷൻ ബി 1ഉം 3ഉം മാത്രം. അപ്പോൾ ഇത്തരം പ്രസ്താവന ചോദ്യങ്ങൾ നമുക്ക് തുടർന്ന് വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത്തരം ചോദ്യങ്ങളെ നേരിടാനായിട്ട് നമ്മൾ കുറച്ച് പരിശീലനം എടുക്കേണ്ടതുണ്ട്, അല്ലേ? അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു സെഷൻ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സെഷൻ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. ഒപ്പം വെരാൻഡ റൈസ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മളുടെ എല്ലാ വീഡിയോസും നിങ്ങൾ ഫോളോ ചെയ്യുകയും വേണം. ഇപ്പോൾ കഴിഞ്ഞ സെഷൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്, അത് ചെക്ക് ചെയ്യുക. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. താങ്ക് യു സോ മച്ച്.